ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി 3 ചേരുവ കൊണ്ട് നാവിൽ അലിഞ്ഞിറങ്ങുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഞ്ഞ് പോലത്തെ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ 1 മുട്ട എടുത്താൽ മതിയാവും. ഇതൊരു നല്ല മധുരത്തിൻ്റെ പലഹാരമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് റവ എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം റവ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇതിനടിയിലോട്ടൊന്നും വെള്ളം പോയി കാണത്തില്ല. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്കൊക്കെ വെള്ളം പോയിക്കോളും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുമ്പോൾ റവ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരുവത്തിന് കിട്ടത്തില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. പശുവിൻ പാലായിരുന്നാലും കുഴപ്പമില്ല. തേങ്ങാപ്പാലിലാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ കോരിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരുപാട് കട്ടിയും ആവാൻ പാടില്ല, നല്ല ലൂസും ആവാൻ പാടില്ല. ഒരു ഇടത്തരം പരുവത്തിലായിരിക്കണം ആവിരിക്കേണ്ടത്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ മൗൾഡിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു മൗൾഡിലേക്ക് മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പുഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു ഇതുപോലെ നല്ല വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന സാധാ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 3 തവണയൊക്കെ ആയിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കാനായി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് വെന്ത് വരാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു സ്പൂൺ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മാവൊന്നും പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഞ്ഞ് പോലത്തെ പലഹാരത്തിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.